ഞങ്ങളിങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിനോദ് വന്നിട്ട് ഇങ്ങനെ ദേവിയും വിനോദം ചേർന്ന് ഇങ്ങനെ ഒരു സിനിമ നിർമ്മിക്കുന്നത്. വളരെ സന്തോഷം തോന്നി. എന്ന് വെച്ചാൽ 10-22 കൊല്ലമായി ഒരു സംസ്കൃത സിനിമ. നമ്മുടെ ഏതൊരു സംസ്കാരത്തിന്റെയും അടിത്തറ ഭാഷ, ഭാരതീയ സംസ്കാരത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് സംസ്കൃത ഭാഷ. അത് പലരും അതിന്റെ അഭിപ്രായ വ്യത്യാസം പറയും, അത് നിഷേധിക്കും. ഇന്ന് രാവിലെ തന്നെ ഞാൻ TV കാണുമ്പോൾ യോഗയെ കുറിച്ച് സംസാരിക്കുന്ന കണ്ടപ്പോൾ അത് ഹിന്ദുത്വ അജണ്ടയായിട്ട് കൊണ്ടുവരാനായിട്ട് യോഗ എന്ന് പറയുന്നത് ഒരു നമുക്ക് നമ്മുടെ മനസ്സിനെ റിഫ്രഷ് ചെയ്യുന്ന സംഭവമാണ്. അത് ഇന്റർനാഷണൽ യോഗ ഡേ ആയിട്ട് UN അംഗീകരിച്ചത് ഭാരതത്തിന് ഏറ്റവും വലിയ ഒരു ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ അതിനെ വിമർശിക്കാൻ പോലും ആൾക്കാർ തയ്യാറായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വിനോദ് മങ്കരെ ഒരു ഹിന്ദുത്വവാദിയായിട്ട് ഇനി അത് കാണരുത്. എന്ന് വെച്ചാൽ ഇദ്ദേഹം സംസ്കൃതം എന്ന് പറഞ്ഞാൽ ഇത് വേദഭാഷയാണ്. വേദഭാഷ എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വമാണ്. ഹിന്ദു എന്ന് പറഞ്ഞാൽ അത് കമ്മ്യൂണലായി പോകുന്ന ഒരു രീതിയാണ് ഇപ്പൊ ഞാൻ കാണുന്നത്. എനിക്ക് ഹിന്ദു എന്ന് പറയാൻ പേടിയാണ്. ഇപ്പൊ വിളക്ക് കൊടുക്കുന്നത്, ഇന്നലെ മമ്മൂട്ടി ഒരു മന്ത്രിയുടെ അടുത്ത് വിളക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം വിമർശിച്ചു. അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയ കാര്യമാണ് എന്ന് വെച്ചാൽ ഭാരതത്തിന്റെ ഒരു സംസ്കാരമാണ് വിളക്ക് കൊടുക്കുന്നത്. അതുവരെ ഇവിടെ നിഷേധിക്കപ്പെടുന്നു. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വിനോദ് മങ്കര ഒരു സിനിമ കഴിയുമ്പോൾ അതിന്റെ പ്രസക്തി വലുതാണ്. സംസ്കൃത ഭാഷ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സംസ്കൃതം എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ആയുർവേദമായാലും ഇനിയിപ്പോ നാളെ പറയും ആയുർവേദം വേദം എന്നുള്ള എടുത്ത് മാറ്റണം എന്നുള്ള പറയും. എന്ന് വെച്ചാൽ ആയുർവേദം പല വേദങ്ങൾ 4 വേദങ്ങൾ കഴിഞ്ഞാൽ അടുത്ത വേദമാണ് ആയുർവേദം, ആയുസ്സിനെ കുറിച്ചുള്ള വേദം. അപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു വിഭാഗത്തിന്റെ ഇടയിലാണ് നമ്മളുള്ളത്. അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ വേറൊരു ഭാഗത്തും ഞാനിത് കണ്ടിട്ടില്ല. കേരളത്തിൽ മാത്രമാണ് ഇത്രത്തോളം വിമർശിക്കപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടാവുന്നത്, എന്തിനും വിമർശനം നടത്തുന്നത്. അപ്പോൾ ഈ ചിത്രത്തിനും വിമർശനങ്ങൾ ഉണ്ടാവും, അത് 100%. പക്ഷെ അത് ഏറ്റെടുത്തുകൊണ്ട് ഇത് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ബേബി മാത്യുവിനും വിനോദ് മങ്കരയ്ക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ. വളരെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മമ്മ ഒരു ശിവക്ഷേത്രത്തിലെ ശിവരാത്രി ദിവസമാണ് ആദ്യമായിട്ട് നളചരിതം കാണിക്കാൻ കൊണ്ടുപോകുന്നത്. അന്ന് ഓലപ്പന്തലിന് താഴെ ഇരുന്ന് നളചരിതം പകുതി ഉറങ്ങിയും ഉറങ്ങാതെയും ഒക്കെ കണ്ട് ശീലിച്ചതിന് ശേഷം കോളേജിൽ എത്തിയപ്പോഴാണ് നളചരിതം 3-ാം ദിവസം കാന്താരതാരകം എന്നുള്ള ടെക്സ്റ്റ് വായിക്കുന്നത്. അതിനുശേഷം പലതരത്തിൽ പല സമയത്ത് പല വരികൾക്കിടയിലൂടെ വായിച്ച് നളചരിതം ഒരു പരിധിവരെ മനഃപാഠമാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് നളചരിതം 5-ാം ദിവസത്തിന് ശേഷം ഈ പ്രമേയത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള നിലയ്ക്ക് പ്രിയമാനസ്റ്റിലേക്ക് വരുന്നത്. ഇത് യഥാർത്ഥത്തിൽ 3 വ്യക്തികൾക്ക് ചുറ്റും കറങ്ങുന്ന ഒരു കഥാ പരിസരമാണ് ഇതിനുള്ളത്. ഉണ്ണായി വാര്യരും ഉണ്ണായി വാര്യരുടെ 2 അറ്റത്തുള്ള അദ്ദേഹത്തിന്റെ നാട്ടിലും അദ്ദേഹത്തിന്റെ കർമ്മ സ്ഥലത്തുമുള്ള 2 നായികമാരുടെ 2 കാമുകിമാരുടെ ഈ 3 പേരുടെ വ്യക്തികൾക്കും ഇടയിലുള്ള കടന്നു വരുന്ന എഴുത്തുകാരന്റെ ലോകമാണ് ഇതിന്റെ പ്രതിപാദ്യം. എഴുത്തുകാരനെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ എഴുതുന്നതിന് മുമ്പും എഴുതുന്നതിന് ശേഷവും എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും എങ്ങനെ വേട്ടയാടുന്നു എന്നുള്ള, ഏത് ഷേക്സ്പിയറുടെ കൃതി ആയിക്കോട്ടെ, ഏത് വലിയ എഴുത്തുകാരന്റെ കൃതി ആയിക്കോട്ടെ, അതിലേക്ക് നളചരിതം എഴുതിയ ഉണ്ണായി വാര്യരുടെ ജീവിതം എങ്ങനെയും ചേർത്ത് വെക്കാം എന്നുള്ളത് പറയാനും കൂടിയാണ് ഈ ചിത്രം. ഈ ചിത്രത്തിൽ ഞങ്ങൾ ഉണ്ണായി വാര്യരായിട്ട് അഭിനയിക്കുന്നത് രാജേഷ് ഹെബ്ബാറാണ്. രാജേഷ് ഹെബ്ബാർ ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ച വ്യക്തിയാണ്. അദ്ദേഹം അന്നേ വലിയൊരു നടനായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ സിനിമയിലും സീരിയലിലും ഒക്കെ ഞാൻ കാണുകയാണ്. അദ്ദേഹത്തിന്റെ മുഖഛായ ഞങ്ങൾ പലതരത്തിൽ മോർഫ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, പല തരത്തിൽ ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് അവസാനം ഉണ്ണായി വാര്യരുടെ 2 കാലഘട്ടങ്ങൾ, അദ്ദേഹത്തിന്റെ യുവാവായ ഉണ്ണായിയും അദ്ദേഹത്തെ വാർദ്ധക്യത്തോടടുത്ത് നളചരിതം എഴുതി കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തിലുള്ള ഉണ്ണായിയും അവതരിപ്പിക്കാൻ ശ്രീ രാജേഷ് ഹെബ്ബാറിനെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അദ്ദേഹം അത് വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയും ഇന്ന് അദ്ദേഹം വെള്ളിനഴി എന്നുള്ള കഥകളി ഗ്രാമത്തിൽ കഥകളി പഠിക്കുകയും കൂടിയാണ് ഈ ചിത്രത്തിന് വേണ്ടി. അത്രയും ഡെഡിക്കേഷനോടുകൂടി കഥകളിയെ സമീപിക്കുകയും അതിനുവേണ്ടി തയ്യാറെടുക്കുകയും ഒക്കെ ചെയ്ത
ഈ വ്യക്തിയെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ വലിയ സന്തോഷമുണ്ട്. രാജേഷിനോടൊപ്പം 2 വലിയ നർത്തകിമാരെയാണ്. ഈ ചിത്രത്തിൽ ഒരുപാട് നർത്തകരുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് യാദൃശ്ചികമായിരിക്കാം, നർത്തകരെ തിരഞ്ഞു പോയിട്ടില്ല. പക്ഷേ ഇതിനകത്ത് വന്നു പെട്ട വ്യക്തികളെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നൃത്തവുമായി ബന്ധപ്പെട്ട വ്യക്തികളായില്ല. ഇതിലെ 2 നായികമാരാണുള്ളത്. ആദ്യ നായിക ദമയന്തിയുടെ എല്ലാ ഭാവസ്വഭാവങ്ങളും സൗഗന്ധികവും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു നടി വേണമെന്ന് തീരുമാനിച്ചപ്പോൾ മറ്റാരെയും ആലോചിക്കേണ്ടി വന്നില്ല. ഒരിക്കൽ പ്രതീക്ഷ കാശിയുടെ നൃത്തം കണ്ട് അതിനൊരു റിവ്യൂ എഴുതിയ വ്യക്തിയാണ് ഞാൻ. എനിക്കൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. കർണാടകയിൽ നിന്നുള്ള ഒരു യുവസുന്ദരി തന്നെ ആവട്ടെ ഇതിൻ്റെ ആദ്യ നായിക എന്ന് തീരുമാനിക്കുകയും, പ്രതീക്ഷ കാശി ഇന്ത്യ അറിയപ്പെടുന്ന കുച്ചിപ്പുടി നർത്തകിയാണ്. അവര് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ നർത്തകരിൽ ഒരാളായ വൈജയന്തി കാശിയുടെ മകളാണ്. അവർ കുച്ചിപ്പുടിയും ഇന്ത്യൻ നൃത്തവും ലോകത്താകമാനം പ്രചരിപ്പിക്കാൻ ഓടി നടക്കുകയൊക്കെ ചെയ്യുന്ന ഈ വലിയ നർത്തകിയെ നായികയായിട്ട് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. പ്ലീസ്. പ്രതീക്ഷയോടൊപ്പം മീര ശ്രീനാരായണൻ എന്ന മറ്റൊരു നർത്തകിയാണ് ഉണ്ണായി വാര്യരുടെ കൂട്ടുകാരിയായിട്ട് ഇതിൽ വരുന്നത്. മീര ശങ്കർ. On the onset, I would like to wish all of you a very happy International Yoga Day and Music Day. Because I believe from what I have seen and from my experience that every person in Kerala is an art lover and is an artist by heart, if not by profession. It gives me an immense sense of happiness and at the same time a responsibility to be featured in this lovely movie Priya Manasam by director Vinod Mankara sir and also Baby Matthew sir. Thank you for having me here. It had always been my dream to play historic characters, to cross boundaries with acting and with my dancing. And I think it's coming true. And with the blessings of my gurus, my parents, and my late grandmother, and with the support of all of you, I wish to do my best and bring out my best to do justice and to touch the hearts of all the Rasikas and all the viewers. Thank you. മാത്യു സാർ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പ്രതീക്ഷ പറഞ്ഞ പോലെ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വലിയൊരു ദൗത്യമാണ് വിനോദ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതിലുപരി ഞാൻ ഹംബിൾഡ് because I'm just a small artist and such a big duty you have given me. Thank you so much. Thank you for the confidence. ഏതൊരു ആർട്ടിസ്റ്റിന് ജീവിതത്തിൽ ഏറ്റവും അധികം വേണ്ടത് അദ്ദേഹത്തിന് മുകളിൽ കോൺഫിഡൻസ് കാണിക്കുക എന്നുള്ളതാണ്. അത് I think I'm right because they have to show the confidence. ആ ഒരു കോൺഫിഡൻസ് വിനോദും ബേബി സാറും കാണിച്ചതിനും എന്നെ പോലെ ഒരു ചെറിയ ആർട്ടിസ്റ്റ് ഈ ഒരു ചാൻസ് ആണ്. ഇത്ര ഹിസ്റ്റോറിക്കൽ ഒരു ക്യാരക്ടർ ആവാനും അത് മാത്രമല്ല ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ്. സംസ്കൃത സിനിമ ആയതുകൊണ്ട് മാത്രമല്ല. ഉണ്ണായി വാര്യർ ആരാണെന്ന് അറിയാൻ പോലും ഗ്രന്ഥങ്ങളില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വർക്കിൽ നിന്ന് വേണം നമ്മൾ ഉണ്ണായി വാര്യർ ആരെന്ന് അറിയാൻ. അതിന്റെ ഒരു എന്താ പറയുക യാത്രയിലാണ് ഞാൻ വിനോദിന്റെ സഹായത്തോടെ, വിനോദിന്റെ അസിസ്റ്റൻസിന്റെ സഹായത്തോടെ, ഈ കൃതികളുടെ സഹായത്തോടെ ഉണ്ണായി വാര്യർ ആരാണെന്ന് അറിയാനുള്ള ഒരു യാത്രയിലാണ് ഞാൻ. ഉണ്ണായി വാര്യരായി മാറാൻ ആവാഹിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതിന് സഹായിക്കാൻ വിനോദ് കൂടിയുണ്ട്, എൻ്റെ കൂടെ എക്സലന്റ് ആർട്ടിസ്റ്റും കൂടിയുണ്ട്. ഇത്രയും അധികം പ്രഗത്ഭരായിട്ടുള്ള, അതായത് നൃത്തം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും സംഗീതം പോലെ തന്നെ ദൈവികമായിട്ടുള്ള ഒരു കാര്യമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സോ ഇത്രയും വലിയൊരു ദൗത്യം ഏറ്റെടുക്കാൻ നമ്മളെല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും ഞാൻ ഏറ്റവും അധികം റെസ്പെക്ട് ചെയ്യുന്ന മധു സാർ ഇവിടെയുണ്ട്. എന്നെ ഡയറക്ട് ചെയ്തിട്ടുള്ള രാജീവ് കുമാർ സാർ ഇവിടെയുണ്ട്. സോ ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റ് ഇവിടെ ഉണ്ട്. എല്ലാവരുടെയും മുന്നിൽ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ബ്ലെസ്സിങ്സും വേണമെന്ന് മാത്രം പറയുന്നത് വിനോദിനും ഈ ഫുൾ ടീമിനും മാത്യു സാറിനും ഫുൾ ടീമിനും. That's all I have to say. Let's hope for the best. We will give our 100%. നമ്മുടെ ജീവൻ വേണ്ടത്തിൽ കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഈ ഫുൾ ടീം. We'll give 100%. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സപ്പോർട്ടും.
താങ്ക് യു സോ മച്ച്. ഓരോ വ്യക്തികൾ എൻ്റെ വിനീതമായ നമസ്കാരം. ഇതെല്ലാം പറഞ്ഞ പോലെ തന്നെ ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ് വിനോദങ്ങൾ എൻ്റെ മേലിൽ തന്നിരിക്കുന്നത്. എനിക്കറിയില്ല, യാതൊരുവിധ സിനിമ ബാക്ക്ഗ്രൗണ്ടോ ഫിലിം എക്സ്പീരിയൻസോ യാതൊന്നുമില്ല എനിക്കറിയില്ല എന്നിൽ എന്ത് ഗുണമാണ് വിനോദങ്ങൾ കണ്ടതെന്ന്. എന്നിരുന്നാലും എൻ്റെ മാക്സിമം ഈ ഒരു ചിത്രത്തിന് വേണ്ടി നൽകുവാൻ സാധിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും എന്നോടൊപ്പം ഉണ്ടാവണം. പേശലമല്ലൊരു വസ്തുവും ഉലകിൽ പ്രേക്ഷകരിൽ ഇല്ലെന്നാലെന്ന് ഉള്ളൂർ എസ് പരമേശ്വരൻ പറഞ്ഞ പോലെ ഈ ഒരു സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വിനോദങ്ങളുടെയും ബേബി മാധ്യമങ്ങളുടെയും ഒരു സംരംഭത്തിന് കൂട്ടുനിൽക്കാൻ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. നന്ദി, നമസ്കാരം. പിന്നെ സംസ്കൃതം ഞാൻ സ്കൂളിൽ സംസ്കൃതം പഠിച്ചുകൊണ്ട് ശ്രീ കാവലായിട്ട് ഒരുപാട് വിശ്വസിക്കുന്നത് ഞാനാണ് കന്നഭാര എന്ന സംസ്കൃതത്തെ ശ്രീ മോഹൻലാൽ മുഖ്യമന്ത്രി ചെയ്തു. അത് പറഞ്ഞ ചരിത്രക്കാരുടെ പല പല സോഴ്സുകൾ അറിയിക്കാനുണ്ടോ. എന്തായാലും ഇത് ഈ ഇതിൻ്റെ ആദ്യത്തെ ഒരു സംരംഭം മലയാളത്തിൽ ശ്രീ ശേഷം ഇത് ചെയ്യാൻ ശ്രീ ബേബിമാക്കിനും പിന്നീട് ശ്രീ സംവിധാന ശ്രീ വിനോദ് മംഗലയ്ക്ക് എൻ്റെ എല്ലാ ആശംസകളും. നമസ്കാരം. ഒരു 18-20 വയസ്സ് മുതൽ അറിയാവുന്നൊരു കുട്ടിയാണ് വിനോദ് മംഗലം. എൻ്റെ അമ്മാവൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത്. അതുകൊണ്ട് തന്നെ വളരെ കുട്ടിക്കാലം മുതലേ എനിക്കറിയാവുന്നൊരു വ്യക്തിയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ രംഗത്തേക്ക് വന്നു എന്ന് കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. അതിലുപരി ഈ സിനിമയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വീട്ടിൽ വന്നപ്പോൾ ഇങ്ങനൊരു സംസ്കൃത സിനിമ, ഇന്ത്യയിൽ 3ാമത്തെ സിനിമ എന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ വിനോദിനോട് പറഞ്ഞൊരു കാര്യം, സിനിമയിൽ ഇന്ന് സിനിമ ശരിക്കും സിനിമയുടെ ഒരു ഗൗരവം പലപ്പോഴും ഇല്ലാതെയാവുന്നു എന്ന് ഇപ്പം ഞാനൊക്കെ ഒരു പഴയ തലമുറ ആയതുകൊണ്ട് തോന്നുന്നതായിരിക്കാം. പക്ഷേ അതിനൊക്കെ അപ്പുറം ഒരു വ്യാപാര തന്ത്രമല്ലാതെ തനിക്കിഷ്ടപ്പെട്ട സിനിമ ചെയ്യാൻ മനസ്സ് കാണിക്കുന്നവനാണ് യഥാർത്ഥ കലാകാരൻ എന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. ഇപ്പം വിനോദ് പറയാന്ന്, വിനോദിന്റെ ഒരു സിനിമ കണ്ടിട്ട് ഒരാൾ പറഞ്ഞു ഈ സിനിമ എനിക്ക് വേണ്ടിയാണോ എടുത്തതെന്ന് തോന്നി. അങ്ങനെ ഒരു പ്രേക്ഷകൻ പറയുമ്പോൾ അതിൽ ആത്മസംതൃപ്തി കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. ഒരിക്കലും ഇന്നിപ്പോ സിനിമ തീരുമാനിക്കുന്നത് സംവിധായകനോ നിർമ്മാതാവോ ഒന്നുമല്ല, മറ്റു പല മേഖലകളിലുള്ളവരാണ് ഒരു സിനിമ എടുക്കണമോ പുറത്തിറക്കണമോ വിജയിപ്പിക്കണമോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അതിനൊക്കെ അപ്പുറം കലാമൂല്യതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്നതിലുപരി അതിനുവേണ്ടി പണം മുടക്കാൻ എനിക്ക് ലാഭമൊന്നും കിട്ടിയില്ലെങ്കിലും അതൊരു ചരിത്രത്തിൻ്റെ ഒരു ഏടാവട്ടെ എന്ന് തീരുമാനിക്കുന്ന ഒരു പണം മുടക്കുന്ന ഒരു വ്യക്തി കൂടെ വരുന്നത് ഒരു വലിയ സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല സിനിമയായിരിക്കും. മലയാള സിനിമയ്ക്ക്, മലയാള സിനിമാ ലോകത്തിന് നല്ലൊരു പേര് സമ്പാദിച്ചു തരുന്ന ഒരു നല്ല സിനിമ തന്നെയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. അത് എൻ്റെ വേറെ സുഹൃത്തായ ബെന്നിമാക്കി പരിഹരിക്കുന്നതാണ് വളരെ സന്തോഷമുള്ള കാര്യം. ഒരുപക്ഷെ സംസ്കൃതത്തിൻ്റെ ഏറ്റവും അടുത്തിട്ട് നമ്മുടെ കേരളത്തിലെ ജില്ലകളിലാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയപ്പെടേണ്ട കാര്യമാണ്. സംസ്കൃതത്തിൽ നിന്നും ഇപ്പോൾ ഞാൻ നേതൃത്വം കൊടുക്കുന്ന ഭാരതമാന്റെ സാംസ്കാരിക വിനിമയ പദ്ധതി അനുസരിച്ച് ഇന്ത്യയിലെ 9 സംസ്ഥാനങ്ങളിൽ ഈ വർഷം കേരളത്തിൽ നിന്നുള്ള പ്രശസ്തനായ പ്രശാന്ത് നാരായണന്റെ നേതൃത്വത്തിലുള്ള നാടകം അവതരിപ്പിക്കാനുള്ള സംരംഭത്തിലാണ് ഞങ്ങൾ. അപ്പോൾ ആകമാനം ഉള്ളൊരു മാറ്റത്തിൻ്റെ ഒരു വഴിയിൽ സംസ്കൃതം എന്നത് പയ്യന്നൂരിലെ ജ്യോതിഷവും സംസ്കൃതവും ഇന്ന് ഇന്ത്യൻ ഗ്രാമങ്ങളിലെ ഏറ്റവും പറയാവുന്ന എൻ്റെ നാട്ടിൽ പയ്യന്നൂരിലാണ് സംസ്കൃതത്തിനും ജ്യോതിഷത്തിനും ഈടുവപ്പുകൾ ഉണ്ടായിട്ടുള്ളത്. അവിടെ വരുന്ന ഒരാളെന്ന നിലയിൽ ഏറ്റവും അധികം സന്തോഷവാനാണ് ഞാൻ. വിനോദിനും ബഹുമാധ്യവിനും എല്ലാ സ്നേഹാശംസകളും തരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന സിനിമ ചെയ്യാൻ കഴിയുക എന്ന് പറയുന്ന ഒരു മഹാഭാഗ്യം തന്നെയാണ്. വിനോദിന് അത്തരത്തിൽ വിനോദിൻ്റെ മനസ്സറിയുന്ന
ഒരു നിർമ്മാതാവിനെ ഈ സിനിമയ്ക്ക് കിട്ടി എന്നുള്ളതാണ് സംവിധായകനെ സംബന്ധിച്ച്. ഒരു സിനിമയെ സംബന്ധിച്ച് നമ്മുടെ ഏതെല്ലാം തരത്തിൽ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്നോ ആ സിനിമ അത്തരത്തിൽ ചിത്രീകരിക്കാൻ കഴിയുക എന്നുള്ളതാണ് പലപ്പോഴും ഏത് സംവിധായകനും, പ്രത്യേകിച്ച് മലയാളത്തിൽ നമ്മുടെ ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ മാർക്കറ്റും എപ്പോഴും ആഗ്രഹിക്കുന്ന സിനിമയുടെ ചിലപ്പോൾ ഒരു 1/4 പോലും സിനിമയുടെ ഒരു ഔട്ട്പുട്ടിൽ കൊണ്ടുവരാൻ കഴിയാൻ നമുക്ക് പറ്റാതെ. പക്ഷെ വിനോദിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ഏത് സംവിധായകന് ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു നല്ല നിർമ്മാതാവിനെ കിട്ടി അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് അദ്ദേഹം ഉദ്ദേശിച്ച പോലെ തന്നെ ഒരു ദൃശ്യ ഭാഷയിലൂടെ പറയാൻ കഴിയട്ടെ. ഈ ഒരു അവസരം മലയാള സിനിമയ്ക്ക്, സംസ്കൃതത്തിലാണെങ്കിലും മലയാള സിനിമയ്ക്ക് ഒരു നല്ല സിനിമയും ഒരു നല്ല സംവിധായകനും നല്ല സിനിമകൾക്ക് ഒരു നല്ല നിർമ്മാതാവും ഉണ്ടാവട്ടെ. ഇതിനോട് സഹകരിക്കുന്ന എല്ലാ നടീനടന്മാർക്കും അവരുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന, ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേഷം ആവട്ടെ അഭിനയിക്കാനുള്ള ഒരു മനസ്സ് ദൈവം പൂർണ്ണമായി അർപ്പിച്ച് ചെയ്യാനുള്ള മനസ്സ് തരട്ടെ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനൊരു സംരംഭത്തിന് എല്ലാം പ്രാർത്ഥിക്കുന്നു. നിങ്ങളൊക്കെ അടുത്ത് കാണും. പക്ഷേ ഒന്ന് കാര്യം പറയാം. ഇവിടെ ഈ മാധ്യമ ലോകത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിലായിരിക്കും എന്നെ വിളിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ, ഈ ബേബി മാത്യു, ആയുർവേദം, ആതിഥ്യ മേഖല, ഇതൊക്കെ പറഞ്ഞു. പക്ഷേ അദ്ദേഹം ജീവൻ ജീവിയുടെ MD കൂടിയാണ്. ആ നിലയിൽ ഞങ്ങളോടൊപ്പമുള്ള ഒരു വ്യക്തിയാണ്. ആ സന്തോഷമാണ്. പിന്നെ ഈ കാപ്പാട് എന്ന് പറഞ്ഞ